അമ്പോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആടാ. വീഴാൻ പോയി ക്ഷീണിച്ച് കിതച്ചിട്ട് പണ്ടാരടങ്ങിട്ട് നിക്കട്ടോ അവനെ. അവൻ മാത്രല്ല ഞാനും കിതച്ചേ. ഇതുപോലൊരു ട്രക്കിങ് ഇന്ത്യയിൽ ഇവിടെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ കയറാൻ പോവാണ് കേട്ടോ. ഇവൻ ഇത്രയും ദൂരം വന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റിസ്ക് എനിക്കത് കയറാതെ പോകാൻ പറ്റണില്ല. അപ്പം നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ പോവാ. ഇനി നമുക്ക് ഇങ്ങോട്ട് കയറേണ്ടി നോക്കിയാ എൻ്റെ മോനെ ആ പാറയുടെ മേലെ കൂടെ എഴഞ്ഞിട്ട് കയറിപ്പോളൂ. കാണുമ്പോൾ തന്നെ കയ്യും കാലൊക്കെ വയ്ക്കണം. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഗ്ലാസ് താഴെ പോയി അവിടെ കിടക്കുന്നുണ്ടോ. തിരിച്ചു എടുക്കാൻ പറ്റൂല. തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എടുക്കാം. അവർ ഗ്ലാസ് പോയാൽ പോട്ടേന്ന് നോക്കാം. ജീവൻ പോയാലോ. കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. പഠിച്ചവരെ സീനാണ് കേട്ടോ. ഹംബി അടിപൊളി സൂപ്പർ ഫെന്റാസ്റ്റിക്. കുറച്ച് ഒരു വീടുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇതാ ഈ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ തടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താ അവസ്ഥ എന്നറിയില്ല. വിരുപക്ഷ ടെമ്പിൾ ആ സൈഡ് കാണുന്നത് വിരുപക്ഷ ടെമ്പിളാണ്. നമ്മളിപ്പോൾ നോക്കുന്നില്ല. മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പക്ഷെ നല്ല വെയിലും ഉണ്ട്. മഴ പെയ്യൊന്നുമില്ലടേ. വിടറേ വണ്ടി. മീട്ടങ്ക ഹിൽസ് തേടിയിട്ടാണ് നമ്മുടെ യാത്ര. മീട്ടങ്ക ഹിൽസ്. ഇന്നത്തെ ആൾക്കാരെ എന്റർടൈൻമെന്റുകൾ എന്തല്ലേ. വേറെ എന്റർടൈൻമെന്റിലൊന്നും ഇല്ലല്ലോ. ഇതുപോലുള്ള കുറേ പാറകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എക്സ്ട്രീം ലെവലിൽ അവരോട് പടച്ചു വിട്ടിട്ടുണ്ട്. ഓരോ ശില്പികളും ഓരോ കാര്യങ്ങൾ അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങൾക്ക് മുന്നേ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. വേറൊരു എന്റർടൈൻമെന്റ് ഒന്നുമില്ലല്ലോ ഇവർക്ക്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അതന്നെ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ പാറക്കല്ല് എടുക്കുക, കൊത്തി ഉണ്ടാക്കുക, സെറ്റാക്കുക. ഇതുപോലത്തെ സെറ്റ്. അവിടെ നല്ല തണുപ്പുണ്ട് തോന്നണോടാ. ലിതിക് ബുള്ള് അതിൻ്റെ ഒരു ശില്പമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഒക്കെ പാറകൾ കൊണ്ടുള്ള ശില്പങ്ങൾ. ഒക്കെ പാറ. ഇതുപോലുള്ള പാറകൾ വെച്ചിട്ട് ഇവിടെ പണിതിട്ട പടപ്പുകൾ കാണണം. അതിൻ്റെ മുകളിലുണ്ട്. അതന്നെ തോന്നണം മോട്ടങ്ക ഹില്ല്. അവിടെ അവർ കയറി വരുന്നുണ്ടോ. നമുക്ക് അവരുടെ കാര്യത്തിൽ ചോദിച്ചോ. വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി കീഴിറങ്ങി. വെയിലാണ് ക്ഷീണാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ പാറപ്പുറത്തിൻ്റെ മേലക്കൊക്കെ കയറ്റും തോന്നുന്നു വണ്ടിയൊക്കെ. അങ്കമിട്ടാണ്. ഇങ്ങോട്ടൊന്നും ഒരാൾ പോലും വണ്ടി കൊണ്ട് വന്നിട്ടില്ല. ഒക്കെ നടന്നിട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പൊക്കുന്ന തോന്നുന്നു കേട്ടോ. എല്ലായിടത്തേക്കും വണ്ടി കൊണ്ട് പോയിട്ട് ഇങ്ങോട്ടൊന്നും ഒരു വണ്ടി കൊണ്ടുവന്നിട്ടില്ല. എവിടെ വണ്ടികൾ കാണുന്നത്? അങ്ങോട്ട് നോക്കിയേച്ചി ഒരു വണ്ടി പോലും ഈ പരിസരത്തോട്ട് വന്നിട്ടില്ല. നമ്മളെ നാടാണ് പറഞ്ഞിട്ട് അവസാനം വരെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ട് തല്ലുന്ന തോന്നണേ. ഇതവിടെ വിത്തള ടെമ്പിള്, വിരുപക്ഷ ടെമ്പിൾ. അങ്ങോട്ട് നമ്മളിപ്പോൾ വന്ന റൂട്ട് ടെമ്പിളാണ് വിത്തള ടെമ്പിള്. കയറണോ? വേണ്ട, ചെരുപ്പിട്ടിട്ട് കയറാൻ പാടില്ല. ചെരുപ്പ് അവിടെ അല്ല, ചെരുപ്പിട്ടിട്ട് തന്നെയല്ലോ അവർ കയറുന്നു. ഓക്കെ, ചെരുപ്പിട്ടിട്ട് അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിലൊരു ടെമ്പിൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഏത് വഴിയാണ് കയറാമെന്നൊരു പിടുത്തല്ല. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലേ മീട്ടങ്ക ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ കാണും. ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പേര് വേറെയാണ്. ഇവിടെ മീട്ടങ്ക ഹിൽസ് എവിടെയെന്ന് നമ്മൾ ആരത്തിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അന്തം വിട്ട പോലെ നോക്കും. മാത്തങ്ക ഹിൽസ്. പക്ഷെ ഗൂഗിളിൽ അങ്ങനെയല്ല കാണിക്കുന്നത്, മീട്ടങ്ക ഹിൽസ് എന്നാ. രത്നക്കുട്ട ഹിൽസ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിലൂടെയാണ് കയറി പോകേണ്ടത്. കുറച്ച് അങ്ങോട്ട് കയറാനുണ്ട്, കുറച്ചധികം കയറാനുണ്ട്. ഏറ്റവും ഉയർന്ന ഒരു തലമാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഹിൽസ് എന്ന് പേര് വരില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ ഇത് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കുറേ ടെമ്പിളുകളുണ്ട്. ഇതാ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പിൾ കാണുന്നുണ്ട്. ഇതാ വേ ടു ഹിൽ. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പം തന്നെ ക്ഷീണിച്ചിട്ടാ കിതക്കാൻ തുടങ്ങി. എങ്ങനെ പവറല്ലേ. വെയിൽ കൊണ്ടിട്ട് പട്ടി കിതക്കുന്ന പോലെ കിതക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നല്ല സുഖാട്ടോ ഇതുപോലുള്ള മന്ദിരങ്ങളുടെ താഴെ വന്നിട്ട് കിടക്കാനായിട്ട്. കാരണം AC-യിലൊരു ഫീലാ. അങ്ങോട്ട് നോക്കിയാ ഇത് കയറട്ടോ. അത് ഈ തട്ടുച്ചൊക്കെ കയറിയിട്ട് നമ്മളവിടെ എത്തിയിട്ട് വ്യൂ പോയിന്റ് കാണിക്കാൻ പറ്റി കഴിഞ്ഞാണല്ലോ ഗിന്നസ് റെക്കോർഡൊന്നും കിട്ടൂല. എന്നാലും ഹിൽ ക്യാച്ചർ ശരിക്കും ഒരു ഹിൽ ക്യാച്ചർ ആവും അല്ലേ? ചലഞ്ച് ആവൂലേ? ആവുമായിരിക്കും അല്ലേ? നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
മാട്ടങ്ക ഹിൽസ്. ഇതുപോലത്തെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റെപ്പുകൾ. വീഴരുതിട്ടോ, നോക്കി കയറിയാതെ, ശ്രദ്ധിച്ച് കയറി. ഇപ്പം ഇത്ര കയറിട്ടോ, ഇത്ര കയറിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കിയാൽ 20 മിനിറ്റ് ഇതുപോലെ കയറാനുണ്ട്. അങ്ങനെയാണ് താഴെയുള്ള ഗാർഡ്സ് പറഞ്ഞത്. എന്തായാലും കയറാം. ഹംപിയുടെ ഒരു ടോപ്പ് വ്യൂ. ഡ്രോണില്ലാത്തതിൻ്റെ സങ്കടം നമ്മൾ തീർക്കും. കിതച്ചിട്ട് ആകെ പരിപ്പിളകി. വെള്ളം എടുത്തിട്ടില്ല. 20 മിനിറ്റ് ട്രക്കിങ്ങാണ്. 20 മിനിറ്റ് നടന്ന് കയറാനുണ്ട്. ഒരാളും മനുഷ്യനുമില്ല. താഴെ ഗാർഡ്സ് ഉണ്ട്. അല്ലാണ്ട് വേറൊരാളും മനുഷ്യനും ഈ നേരത്തൊന്നും ആരും വരില്ല. ഈവനിങ്ങിലൊക്കെ എല്ലാവരും ഈ പരിസരത്തോട്ടൊക്കെ ഇറങ്ങുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാരി വെയിലാണ്. നമ്മളെ നാട്ടിലത്തെ വെയിലൊന്നുമല്ല, ചൂട്. നാട്ടിലത്തെ ചൂടൊന്നല്ല, ശരിക്കുള്ള ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയൊരു മഴക്കാർ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് കയറിയിട്ട് വേഗം വരാമല്ലോ. കയറും. ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇരിക്കുക. ഈ ഹെൽമെറ്റ് എന്താ അഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറായ പാറകളാണ്. സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പാവുന്ന പാറകളാണ്. എങ്ങാനും വീണ് കഴിഞ്ഞാൽ തല അടിച്ചിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടോ ഹെൽമെറ്റ്. പിന്നെ നല്ല വെയിലാണ്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഊരാതെ അങ്ങോട്ട് കയറി പോകുന്നത്. എണീക്ക് വേക്കപ്പ് ബഡി, വേക്കപ്പ്. ഒരു 50 സ്റ്റെപ്പ് കയറിയിട്ട് ഡ്രസ്സ് എടുക്കാം. നെക്സ്റ്റ് വെള്ളം എടുക്കാതിരുന്ന ഏറ്റവും വലിയ പൊട്ടത്തരായി. എടുത്തിട്ട് വരണോ? ഞാൻ പോയിട്ട് ഓടി എടുത്തിട്ട് വരാടാ. വേണോ? വെള്ളം എടുക്കാതെ കയറുന്നേട്ടാ. ഇത് മിക്കവാറും ഗിന്നസ് റെക്കോർഡ് വാങ്ങാനുള്ള ഒരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. വെള്ളം എടുക്കാതെ കയറുന്നത്. ഇപ്പം തന്നെ വെള്ളത്തിന് നല്ല ദാഹം തുടങ്ങി. 20 മിനിറ്റ് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ 20 മിനിറ്റ് ഇങ്ങോട്ട്. ഏകദേശം ഒരു മണിക്കൂർ കൂട്ടിക്കോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി പച്ച വെള്ളം കിട്ടുള്ളൂ. പച്ച വെള്ളം. ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. വെയില് 2:30 മണി, ഉച്ച. അട്ടപ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കും ചിലപ്പോൾ. ഇവനെന്തായാലും അവിടെ ഇരുന്ന്. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം കയറിയിട്ടുള്ളൂ. ഇനി 3/4 ഭാഗത്തോളം ഉണ്ട്. അവിടെ മേലെ ഒരാൾ മനുഷ്യനുമില്ല. എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റൂല. 2 വഴി കേട്ടോ. ഇത്ര ദൂരം കയറി കഴിഞ്ഞാൽ 2 വഴി. അങ്ങോട്ടും കയറാം, അതിലൂടെയും കയറാം, ഇതിലൂടെയും കയറാം. ചിലപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടാസ്ക് ലോക്കാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാ ഇതുപോലത്തെ ഏറോ മാർക്കുകൾ കാണും. ആ ഏറോ മാർക്കുകൾ നോക്കിയിട്ട് പോയാൽ മതിയേ. ഇല്ലെങ്കിൽ ഇതുപോലത്തെ മുള്ള് ചെടികളാ. അതിൻ്റെ ഇടയിൽ കൂടെ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. മേത്തൊക്കെ കുത്തിയിട്ടാകെ ടാസ്ക്കാണ്. ഹെൽമെറ്റ് ഇട്ടിട്ട് മാക്സിമം കയറാൻ നോക്കുക. തലടിച്ച് വീണ് കഴിഞ്ഞാൽ തലെങ്കിലും രക്ഷപ്പെടട്ടെ. വാ, കൈയ്യട്ട്, കൈ താടേ. ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹംപിയിലെ മികച്ചൊരു സാഹസിക യാത്രയാണ് കേട്ടോ. പക്ഷേ ഹംപിയിൽ വന്നിട്ട് ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെ. ഇതിനെ കരുവാ ചെറിയൊരു നഷ്ടമല്ല. കാരണം ഹംപിയുടെ തന്നെ ടോപ്പ് വ്യൂ, ഒരു മുഗൾ കാഴ്ച ഏറ്റവും മികച്ച രീതിയിൽ പകർത്തിയെടുക്കാൻ കഴിയുന്നത് ഈ ഒരു ഹിൽസിൻ്റെ മേലെ നിന്നാണ് കേട്ടോ. ജസ്റ്റ് ഒരു 20 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 15 മിനിറ്റ് ട്രക്കിംഗ് ഉണ്ട് ഇനി. ഏകദേശം ആയടാ. ആ മലയുടെ ബാക്കിലായി. നോക്കി കയറേ, ഇരിക്കുക. ഏകദേശം ആയി. ഇനി നല്ല റോഡാ, വഴികളുണ്ട്. ഒറ്റയ്ക്കൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ താഴെ ഉള്ളവരുടെ അടുത്ത് പറയാൻ പോലും ഒരാളുണ്ടാവില്ല. അങ്ങനത്തെ ടാസ്കാ. നിരങ്ങിയിട്ടും നിന്നിട്ടും കടന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഫോട്ടോ എടുക്കുന്നുണ്ട്. ക്ഷീണിച്ച് കിതച്ച്. ഒരു പ്രത്യേക ടൈപ്പ് ട്രക്കിംഗ് ആണ്. അതായത് കൂറ്റം പാറകൾക്കിടയിലൂടെയുള്ള ട്രക്കിങ്. അത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ വഴികളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലുള്ള പാറകളാണ്. ഇതൊക്കെ ഇതിങ്ങനെ സ്ലിപ്പാവുന്നുണ്ട്, ചവിട്ടുമ്പോൾ സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കയറി വരിക. ഒറ്റക്കൊന്ന് മാക്സിമം ഈ നേരത്തൊന്നും ആരും കയറാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡല്ല, ഒരാൾ മനുഷ്യനുണ്ടാവില്ല. ഒരു പാറയുടെ വലിപ്പം കണ്ടോ അവസ്ഥ. ഇവിടുന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ചീവീടിൻ്റെ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ഇത് ഗുണ കേവ് ആണ് ഗൈസ്. ഹംപിയിലെ ഗുണ കേവ്. വേണ്ട, ചിലപ്പോൾ ഇവിടെയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഇടിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാണല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല. സാഹസത്തിനൊന്നും മുതിരരുതേ. ഇത് ഇവിടെ ഏരോ മാർക്കുകൾ ഇട്ടിട്ടുണ്ടാവും. ആ ഏരോ മാർക്ക് നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ മതി. സാഹസങ്ങളൊന്നും വേണ്ട.
ഇതെന്തോടെ ഗുഹ അമ്പോ കേവ് കേവ് പാമ്പ് ചെമ്പ് എന്തെങ്കിലും ഉണ്ടോന്നാവോ നോക്കട്ടെട്ടാ ഈ പാർക്ക് സൗണ്ട് ഇല്ല കേട്ടോ ഇതിന് സൗണ്ട് ഇല്ല വാ ഉറപ്പാ പോയി ഗുണാക്കേവ് കേട്ടോ പൊടി പോലും കിട്ടില്ല അതിന്റെ ഇടയിലൊക്കെ പോയി ലോക്കായി കഴിഞ്ഞാൽ പാറ പറിച്ചിട്ട് എടുക്കേണ്ടി വരൂ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റണില്ല അല്ലേ അതിന്റെ ഇടയ്ക്കൊക്കെ കേറി വീട് കഴിഞ്ഞോണ്ടല്ലോ ഒന്നുറക്കെ കരഞ്ഞ പോലും ഒരാൾ മനുഷ്യന് ഓടി വരാനില്ല ഇവിടെ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല തണുപ്പ് ഒരു എ സിയിലൊക്കെ കയറി നിന്ന പോലെ ഒരു ഫീല് വലിയൊരു കൂറ്റം പാറയുടെ നേരെ താഴെ പിന്നെ ഇവിടെ അത്യാവശ്യം ആര്യവേപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നല്ലൊരു ഫീല് അല്ലേ ഒരു എ സിയിലൊക്കെ കയറിയൊരു ഫീലില്ലേ കുറേ ബോട്ടിൽ എന്തോ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കള്ളും കുപ്പികളൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഒരുമാതിരി ഇതൊക്കെ ഹംപി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഒരു കൾച്ചറാണ് ഇന്ത്യയുടെ തന്നെ ഒരു കൾച്ചറിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഹംപി എന്നൊക്കെ പറയുന്ന സ്ഥലം ഇവിടെയൊക്കെ വന്നിട്ട് ഇമാതിരി എന്താ പറയുക അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ ചെറ്റത്തരാണ് തെണ്ടിത്തരം എന്നൊക്കെ പറയും ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എത്ര വിദേശികൾ വരുന്ന സ്ഥലമാണെന്നറിയോ നമുക്ക് ഇത് വില ഇല്ലാതിരിക്കുള്ളൂ എത്ര വിദേശികൾ വന്നിട്ട് ട്രക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയുന്നത് ഇത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തിരക്കില്ലാത്തത് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം തിരക്ക് വരുന്ന ഒരു സ്ഥലമാണ് എന്താ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ ഒന്നും നോക്കടാ ക്ഷീണിച്ച് കിതച്ചിട്ട് പണ്ടാരടങ്ങിയിട്ട് നിൽക്കട്ടോ അവനെ അവൻ മാത്രമല്ല ഞാനും കിതച്ച് ഇതുപോലൊരു ട്രക്കിങ് ഇന്ത്യയിൽ ഇവിടെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട് തണുപ്പായി വരുന്നുണ്ട് പാറകൾക്കിടയിലൂടെ ആകുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ വരുന്നുണ്ട് അതിലൂടെ കയറുക അപ്പുറത്തൂടെ കയറുക അമ്പോ ഇവിടെ ഒരു വ്യൂ പോയിന്റടാ വീഴാൻ പോയി ഇനി നമുക്ക് ഇങ്ങോട്ട് കയറേണ്ടത് നോക്കിയാ എൻ്റെ മോനെ ആ പാറയുടെ മേലെ കൂടെ എഴഞ്ഞിട്ട് കയറിപ്പോളൂ കാണുമ്പോ തന്നെ കയ്യും കാലൊക്കെ വരക്കണം സ്റ്റെപ്പില്ല അതുവരെ സ്റ്റെപ്പുണ്ട് അതുവരെ സ്റ്റെപ്പുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റെപ്പില്ല ഇല്ല ആ പാറപ്പുറത്ത് കടന്നിട്ട് വേണം പോകാനായിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും ഈ ശ്രദ്ധിച്ചു വാട്ടോ ശ്രദ്ധിച്ച് നോക്കി വാ ഈ ഹെൽമെറ്റ് എടുക്കണേയില്ല എനിക്ക് തലയിലിടാൻ പറ്റുമത് ഇങ്ങോട്ട് നോക്കിയേ സീനാട്ടോ ഇതുവരെ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഹംപി അടിപൊളി സൂപ്പർ ഫെന്റാസ്റ്റിക് ഹംപി എന്ന് പറയുന്ന സാധനം ഒരാൾ കാണിച്ചു തരേണ്ടതല്ലടാ സ്വയം തേടി വരേണ്ട സാധനമാടാ അത് എന്താ മോനെ ഹംപി താഴെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ കാണാനുള്ളത് പാറകൾ കാണാനോ ഇത് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഹംപി ഈ ഒരു ഹിൽസിന്റെ മേലെ കയറിയിട്ട് തന്നെ കാണണം കേട്ടോ ഇതാണ് ഹംപി ഇതല്ല കാണാനുള്ളൂ ഇനിയും കയറാനുണ്ട് കുറച്ചങ്ങോട്ട് അതുകൂടെ ഒന്ന് കയറി നോക്കാം കുറച്ച് കുറച്ചധികം ടാസ്കാ എന്താ പറയാ ഒരു 80% റിസ്ക് ആണ് കേട്ടോ 80% റിസ്ക് എടുത്തിട്ട് വേണം നമുക്ക് അതിനെ മേലേക്ക് കയറാനായിട്ട് ആരും കയറാൻ പറയുന്നില്ല ആരും കയറണ്ടെന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഒന്നും ഒരാൾ മനുഷ്യനില്ലടേ അങ്ങോട്ട് നോക്കിയോ ഒരാൾ മനുഷ്യന് കാണാനില്ല ഈ പരിസരത്തൊന്നും അവിടെ ഒരാളുണ്ട് ദൂരെ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെ ആയിരിക്കും അവിടെ കാണുന്നത് കേട്ടോ അതാണ് അവസ്ഥ വാ അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്താറായിട്ടോ ഇതെന്തോന്നടേ ഇതെന്തോന്ന് ഇത് ഗുണാക്കേവ് ഒന്നല്ല ഗുണാക്കേവിലേക്ക് പോയി കഴിഞ്ഞാൽ റോപ്പ് ഇട്ടിട്ട് കയറ്റാ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞാലേ പിന്നെ പോയിന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയാല്ല പിന്നെ പോയിന്ന് പറഞ്ഞാൽ മതി കാരണം ആ 2 മല മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് നോക്കി കയറിട്ടോ കുറച്ച് ശ്രദ്ധിച്ച് കയറി ഇവിടെ കയറണം എന്നുണ്ടെങ്കിലേ 2 കാലൊന്നും പോരാ ഒരു 4 കാലെങ്കിലും വേണോ 4 കാലുള്ളവർക്ക് സുഖമായിട്ട് കയറാം കുരങ്ങന്മാർക്കൊക്കെ അടിപൊളിയായിട്ട് കയറി പോട്ടോ പൊത്തി പിടിച്ചിട്ട് അടിപൊളിയായിട്ട് കയറി പോവാ എന്ത് ഇത് കുറച്ച് ടാസ്കാ കിടന്നിട്ട് പോകണം കിടന്നിട്ട് കയറി പോകണം അതായത് കൈ കുത്തിയിട്ട് കയറി പോകണം ഒന്ന് നോക്കിയാ ഹംപി ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഹംപിയുടെ പാറകൾ കൊണ്ടുള്ളൊരു നഗരം പാറകളും കുന്നുകളും മലകളും പർവ്വതങ്ങളും
അതിനിടയ്ക്ക് കുറേ ആളുകളും ജീവിതങ്ങളും കൃഷികളും വാട്ട് ബ്യൂട്ടിഫുൾ ടെമ്പിളുകളും അങ്ങോട്ട് നോക്കിയാ ഇതിലും അടിപൊളിയായിട്ട് ഹംപി എവിടെ കാണാൻ പറ്റുമോ? ഡ്രോൺ ഷൂട്ടിൽ നടക്കും, പക്ഷേ ഇതുപോലെ കണ്ണിൽ കണ്ടിട്ട് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കയറാൻ പോവാണ് കേട്ടോ. ഇവൻ ഇത്രയും ദൂരം വന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റിസ്ക് എനിക്കത് കയറാതെ പോകാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ പോവാ. ഹിൽ ക്യാച്ചർ, നമ്മളെ പേരിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് പിന്നെ എവിടെ എത്താൻ കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പരിപാടി അല്ലേ, പിന്നെ ഈ ഒരു പരിപാടി നിർത്തുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ജീവിതത്തിൽ നിന്നായാലും എൻ്റെ ഈ ഒരു ടൈമിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഹെവി റിസ്ക്കാണ്. ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ്ങിൻ്റെ ഒരു എൻഡ് പോയിൻ്റ്. നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ തന്നെ ഒരു കൾച്ചറിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള ഹംപി ടോട്ടൽ വ്യൂ പോയിൻ്റ്, ടോപ്പ് വ്യൂ. അതിന് പോകേണ്ട വഴി ഇതാണ് കേട്ടോ. ഇത് ഈ പാറപ്പുറത്ത് കമന്ന് കടന്ന് ഉരുണ്ടിട്ടൊക്കെ പോകണം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ എത്തും, പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും താഴെ. അത്യാവശ്യം നല്ല ഉയരത്തിലാണ്. ഇത്രയൊക്കെ ടോപ്പ് വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഈ മലയ്ക്ക് എത്രത്തോളമായിട്ടുണ്ടാവും നോക്കിയേ. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഗ്ലാസ് താഴെ പോയി, അവിടെ കിടക്കുന്നുണ്ടോ? തിരിച്ചു എടുക്കാൻ പറ്റില്ല. തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എടുക്കാം. ആ ഒരു ഗ്ലാസ് പോയാൽ പോട്ടേന്ന് വെക്കാം. ജീവൻ പോയാലോ കുറച്ച് ടാസ്കാ. പേടിയാവുന്നുണ്ടേ. നമ്മൾ കയറി പോവാ. ഈ കാലൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. പഠിച്ചവരെ സീനാണ് കേട്ടോ. ടോപ്പ് പോയിന്റ്, ടോപ്പ് വ്യൂ. എൻ്റെ മോനെ ഇതിൻ്റെ മേലെ കയറാ. നമ്മളെ കൂളിംഗ് ഗ്ലാസ് പോയിട്ടാ. ഇത്ര ദൂരം കയറിയിട്ട് ഇത് ഷൂട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനല്ലേ? അങ്ങോട്ട് നോക്കിയാ അടിപൊളി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പാറക്കെട്ടുകൾ കൊണ്ടുള്ളൊരു നഗരം, പാറക്കെട്ടുകൾ. അങ്ങോട്ട് നോക്കിയാ ഫുള്ള് അടിപൊളി വ്യൂ. എൻ്റെ മോനെ അപ്പോൾ നമ്മൾ മമ്മീട്ടങ്ക ഹിൽസ് കയറി ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ടോപ്പ് ഉപയോഗമൊക്കെ കണ്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം എന്ന് പറയുന്ന സാധനം കുടിച്ചില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പാടാവും. അതാണ് കണ്ടീഷൻ. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട്. മുഖത്തിൻ്റെയൊക്കെ കോലം കണ്ടോ വെയിലടിച്ചിട്ട്? ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ വെയിലല്ല കേട്ടോ. ഇവിടുത്തെ ചൂടും നാട്ടിലത്തെ ചൂടല്ല. അതൊരു വെറൈറ്റി ചൂടും വെറൈറ്റി വെയിലുമാണ്. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും തൽക്കാലത്തേക്ക് വിട പറയുന്നു.